രാജ്യത്ത് പണമിടപാടുകൾക്കായി ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് UPI ആണ്. ഇതിന്റെ പ്രധാന കാരണം ഇത് പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ്. അതിനാൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും UPI ആണ്. എന്നാൽ ഇനി മുതൽ ഇതിൽ മാറ്റം വന്നേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ബിസിനസ് സ്ഥാപനങ്ങളിലെ 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെന്റുകൾക്ക് 0.25% മുതൽ 0.4% വരെ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ നിരക്കുകൾ ഈടാക്കാൻ സർക്കാർ അനുമതി നൽകിയേക്കും. ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബില്ലിൽ അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളിൽ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും MDR ഈടാക്കുന്നതിനുള്ള വിലക്ക് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബില്ല് പാസായാൽ വലിയ തിരിച്ചടിയാകും സംഭവിക്കുക. ഈ നിർദ്ദേശം എപ്പോഴാണ് നടപ്പിലാക്കുക എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഉപഭോക്താക്കൾ നടത്തുന്ന ഓൺലൈൻ ഇടപാടുകൾ പ്രോസസ് ചെയ്യുന്നതിനായി വ്യാപാരികൾ ബാങ്കുകൾക്കും പേയ്മെന്റ് പ്രൊവൈഡർമാർക്കും നൽകേണ്ട ഫീസാണിത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2020 മുതൽ UPI റുപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ 0 MDR ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉദാഹരണമായി ഉപഭോക്താവ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് 1000 രൂപയുടെ ഇടപാട് നടത്തുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ശതമാനം തുക MDR ആയി ഈടാക്കിയ ശേഷം ബാക്കി തുകയാണ് വ്യാപാരിക്ക് ലഭിക്കുന്നത്. എന്നാൽ UPI ഇടപാടുകളിൽ വ്യാപാരിക്ക് മുഴുവൻ തുകയും ലഭിക്കുന്നുണ്ട്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നായി UPI ഇടപാടുകൾ ഇതിനകം മാറിക്കഴിഞ്ഞു. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഇന്ന് ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് സൗജന്യമായി ലഭിക്കുന്ന ഈ സേവനത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് പ്രധാന ആശങ്ക. 2000 രൂപയിൽ താഴെയുള്ള UPI പണമിടപാടുകൾക്ക് പുതിയ ഫീസുകൾ ബാധകമല്ലെന്നും ഒരാൾ മറ്റൊരാൾക്ക് നേരിട്ട് പണമയക്കുന്ന ഇടപാടുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. മൊത്തം UPI ഇടപാടുകളുടെ 95% 2000 രൂപയിൽ താഴെയുള്ളവയാണ്. അതിനാൽ പാൽ, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, ഓട്ടോ, ടാക്സി, യാത്രാക്കൂലി തുടങ്ങിയ നമ്മുടെ ദൈനംദിന ചെറിയ വാങ്ങലുകളെ ഈ തീരുമാനം ബാധിക്കില്ലെന്നും കേന്ദ്രം അവകാശപ്പെടുന്നുണ്ട്. അപ്പോഴും ഇക്കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ചെറുകിട ബിസിനസ്സുകൾക്കും വ്യാപാരങ്ങൾക്കുമായി UPI സേവനം ഉപയോഗിക്കുന്ന സാധാരണക്കാർ രാജ്യത്തുണ്ട്. ചെറിയ തുണിക്കടകൾ തുടങ്ങി സാധാരണക്കാർ ഉപജീവനമാർഗമാക്കിയ ബിസിനസ്സുകളുമുണ്ട്. ഇവരെ ഈ പുതിയ നീക്കം എങ്ങനെ ബാധിക്കുമെന്നതാണ് പ്രധാന ആശങ്ക. എന്നാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ എണ്ണത്തിൽ വെറും 5% മാത്രമാണെങ്കിലും അവയാണ് ആകെ പണമിടപാട് തുകയുടെ 65% വരുന്നത്. അതായത് വലിയ തുകകളുള്ള ബിസിനസ് ഇടപാടുകളെ ഈ നിരക്കുകൾ വലിയ രീതിയിൽ ബാധിക്കും. കഴിഞ്ഞ ജൂലൈ മാസം മാത്രം ഇന്ത്യയിൽ ആകെ 23.7 ബില്യൺ UPI ഇടപാടുകളാണ് നടന്നത്. നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് MDR ബാധകമാണെങ്കിലും ഭൂരിഭാഗം വ്യാപാരികളും അത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാറില്ല. 20 ലക്ഷം രൂപ വരെയുള്ള ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് 0.4% പരിധി. ഉയർന്ന തുകയ്ക്ക് ഇത് 0.9% നിരക്ക്. എന്നാൽ പുതിയ ഫീസ് ഈടാക്കുന്നത് വഴി തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഉൽപ്പന്നങ്ങളുടെ വില വ്യാപാരികൾ വർദ്ധിപ്പിക്കാനും സാധ്യതകളേറെയാണ്. ഇത് സാധാരണക്കാരെയാകും കൂടുതൽ ബാധിക്കുകയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. റിപ്പോർട്ട് പ്രകാരം 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ടിന്റെ സെഷൻ 10A നിലവിലെ നിയന്ത്രണം ഒഴിവാക്കാനാണ് മന്ത്രാലയം ശുപാർശ ചെയ്തിരിക്കുന്നത്. UPI ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് നിരക്ക് ഈടാക്കുന്നതിൽ നിന്ന് ബാങ്കുകളെയും പേയ്മെന്റ് കമ്പനികളെയും തടയുന്ന വകുപ്പാണിത്. ഈ ഭേദഗതി UPIക്ക് മേൽ നേരിട്ട് നിരക്ക് ചുമത്തിയില്ലെങ്കിലും ഭാവിയിൽ ഏതെല്ലാം പേയ്മെന്റ് സംവിധാനങ്ങൾക്ക് ഫീസ് ഈടാക്കാമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സർക്കാരിന് നൽകും. ഇത് ഭാവിയിൽ സാധാരണക്കാരെ ബാധിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.